ഒരു മലയാളി വൈദികൻ ഉൾപ്പെടെ ജബൽപൂർ രൂപതയിൽ നിന്നുള്ള 2 കത്തോലിക്കരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച മധ്യപ്രദേശ് പോലീസ്. അധികമായ സ്കൂൾ ഫീസ് ഈടാക്കി എന്ന ആരോപണത്തെ തുടർന്ന് കേസിൽ ഉൾപ്പെട്ട ജബൽപൂരിൽ നിന്നുള്ള ഫാദർ സിബി ജോസഫ്, ഫാദർ വാൾട്ടർ ജോൺ സാൽക്സോ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് ജനങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ കേസിൽ പ്രതികളായ മറ്റ് 7 പേരെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവർക്കും സമാനമായ തുക പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വ്യാജ ആരോപണത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുന്ന വൈദികരെ അറസ്റ്റ് ചെയ്യാൻ പാരിതോഷികം പ്രഖ്യാപിച്ചതിനെ കത്തോലിക്ക സഭാ നേതൃത്വം അപലപിച്ചു. ക്യാഷ് റിവാർഡുകൾ പ്രഖ്യാപിച്ച് തങ്ങളെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണിതെന്ന് ജബൽപൂർ രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിക്കാനിരിക്കെ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുകയും വില കൂടിയ പാഠപുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്തുവെന്ന കുറ്റം ആരോപിച്ച് ജബൽപൂർ ജില്ലയിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകൾ നടത്തുന്ന 7 സ്കൂളുകളിൽ നിന്നുള്ള 13 മാനേജ്മെൻറ്റ് അംഗങ്ങളും ജീവനക്കാരും ഉൾപ്പെടെ സ്കൂളുകളുമായും പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുമായും ബന്ധമുള്ള 22 പേരെ ഇക്കഴിഞ്ഞ മെയ് 27-ന് സംസ്ഥാന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടൊപ്പം 11 സ്വകാര്യ സ്കൂളുകളിലെയും പുസ്തക പ്രസാധകരിലെയും 51 പേർക്കെതിരെയും കേസെടുത്തിരുന്നു. കേസിൽ അറസ്റ്റിലായവർക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളിൽ യാതൊരു വാസ്തവവുമില്ലെന്ന കാരണത്താൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. CSI ബിഷപ്പ്, ഒരു കത്തോലിക്ക പുരോഹിതൻ, 3 പാസ്റ്റർമാർ എന്നിവരുൾപ്പെടെ 12 പേരെ മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടതിന് 3 ദിവസത്തിന് ശേഷമാണ് ജബൽപൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആദിത്യ പ്രതാപ് സിംഗിൻ്റെ പ്രഖ്യാപനം വന്നതെന്നതും ശ്രദ്ധേയമാണ്. ഞങ്ങൾ കുറ്റവാളികളല്ല, വിദ്യാഭ്യാസം നൽകുകയെന്ന മഹത്തായ പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽമാരെയും മറ്റുദ്യോഗസ്ഥരെയും പോലീസ് നിയമവിരുദ്ധമായി ക്രിമിനൽ കേസിൽ കുടുക്കുകയായിരുന്നുവെന്നും തങ്ങൾക്കെതിരെ നിയമപരമായി ഒരു കേസും നിലവിലില്ലെന്നും ഫാദർ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷത്തിനിടെ അധിക ഫീസായി പിരിച്ചെടുത്തു എന്ന കാരണത്താൽ ഏകദേശം $5 മില്യൺ വിദ്യാർത്ഥികൾക്ക് തിരികെ നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് പ്രദേശത്തെ 12 സ്കൂളുകൾക്ക് ഇക്കഴിഞ്ഞ ജൂലൈ 9-ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 13-ന് ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്തു. മധ്യപ്രദേശിലെ സ്കൂളുകൾക്ക് 10% വരെ വാർഷിക ഫീസ് വർധന വരുത്താൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ 72 ദശലക്ഷം ജനങ്ങളിൽ 0.27% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. 21% വരുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് പ്രയോജനപ്പെടുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭ നടത്തുന്നുണ്ട്. കത്തോലിക്ക സഭയ്ക്കെതിരെ മതപരിവർത്തനം ആരോപിച്ച് തീവ്ര ഹിന്ദുത്വവാദികൾ ആസൂത്രിതമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് സ്കൂളുകൾക്കെതിരെയുള്ള സംഭവമെന്ന് സഭാ നേതൃത്വം പറഞ്ഞു.